അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഇതേപോലുള്ള സഹാബികളെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത് എന്ന് നാം ആലോചിക്കുമ്പോൾ ഒരിക്കലും തന്നെ സഹാബികളെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ പോലും ഒരു വിശ്വാസി തയ്യാറാവുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ, യഥാർത്ഥത്തിൽ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക ലോകവുമായി യാതൊരു ബന്ധവും അവർക്കുണ്ടായിരുന്നില്ല. ഭൗതിക സുഖങ്ങളുമായി അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ആ സഹാബിമാരിൽ അർപ്പിക്കപ്പെട്ട ആ കർത്തവ്യം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടി അത് നിറവേറ്റാൻ അവര് നിർബന്ധിതരായി തീർന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഖിലാഫത്തിന്റെ സ്ഥാനവും അതുപോലെ ഗവർണർമാരുടെ സ്ഥാനവും അവർ ഏറ്റെടുക്കുകയും ജനപ്രതിനിധികളായിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് സഹാബികളുടെ ആ പരിശുദ്ധ ജീവിതം തന്നെ നമുക്ക് വിളിച്ചോതുന്നതാണ്. സഹാബികളെ കുറിച്ച് പല ആക്ഷേപങ്ങൾ ഉന്നയിച്ച വിപ്ലവകാരികളായ ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. അവരുടെ ആക്ഷേപങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, സഹാബികൾക്കെല്ലാം തന്നെ ഖിലാഫത്തിന്റെ കീഴിൽ വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുകയും വലിയ വലിയ വേതനങ്ങൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു ഈ വിപ്ലവകാരികളുടെ അല്പജ്ഞാനികളുടെ ആവലാതികൾ. എന്നാൽ സത്യം നാം തിരിച്ചറിയുന്നത് എപ്രകാരമാണെന്ന് വെച്ചാൽ, ഈ സഹാബികൾക്ക് യഥാർത്ഥത്തിൽ വേതനം നൽകിയിരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് അനന്തരാവകാശം പോലെ ലഭിച്ചതാണ് ഭരണം. അന്ന് ഭരണത്തിലുണ്ടായിരുന്ന റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേതനം നിശ്ചയിക്കപ്പെട്ടിരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരുന്നു. സഹാബികൾക്ക് എപ്രകാരമാണോ വേതനം നൽകപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ പൊതുവിശ്വാസികൾക്കും ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ഒരേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേതനം നൽകപ്പെട്ടിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ഖലീഫമാരാരും തന്നെ അല്ല ഇവർക്ക് വേതനം നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഈ കാര്യം പോലും തിരിച്ചറിയാതെയാണ് ഇത്തരം അപവാദങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അവർക്കെതിരെ പ്രചരിപ്പിച്ചിരുന്ന ആളുകൾക്ക് അതിന്റെ പുറകിൽ മറ്റു പല ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം അനുസരിച്ചോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ സുന്നത്ത് അനുസരിച്ചോ അല്ല സഹാബാക്കൾ പിൽക്കാലത്ത് ഭരണം നടത്തിയിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോന്നിരുന്നത് എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനങ്ങളൊന്നും തന്നെ ഈ സഹാബിമാരിലൂടെ പുലരാൻ ഒരിക്കലും തന്നെ ആകുമായിരുന്നില്ല. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കിടങ്ങ് യുദ്ധത്തിന്റെ ആ കിടങ്ങ് കുഴിക്കുന്ന അവസരത്തിലാണ് റോമിന്റെയും പേർഷ്യയുടെയും താക്കോലും വളയും തനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സുറഖാത്ത് ബിൻ മാലിക്കിന്റെ കൈകളിൽ ഈ വളകൾ അണിഞ്ഞതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ പ്രവചനം പുലർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യ ചാണായി മുഴത്തിന് മുഴമായി തന്നെയാണ് സഹാബാക്കൾ പിന്തുടർന്നു പോന്നിട്ടുള്ളത് എന്നും നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അപ്പോൾ സഹാബികളെ കുറിച്ച് റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ആക്ഷേപകരായ ആളുകൾക്ക് അവരുടെ അസൂയയിൽ നിന്നും അവളിൽ നിന്നുമാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉടലെടുത്ത് വന്നിട്ടുള്ളത് എന്നും ഭരണചക്രം എന്നതിനു വേണ്ടി അവസരങ്ങൾ കാത്തിരുന്ന ആളുകളായിരുന്നു ഈ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ പുറത്താക്കിക്കൊണ്ട് മൗദൂദി സാഹിബിനെ പോലെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ ആളുകളായിരുന്നു ഈ ആക്ഷേപം പ്രചരിപ്പിച്ചിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രധാന കാരണം ഇവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന ഒരു കാരണമായി തീർന്നത് അവർക്ക് ചിന്താ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യവും ഇസ്ലാം വകവെച്ചു കൊടുക്കുകയും അവരെ സ്വതന്ത്രമായി ഏത് രീതിയിലും ജീവിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ അവസരങ്ങൾ അവർ ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് ഇസ്ലാമിന്റെ ആ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് തന്നെ ഒരു ദുർഭകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഗനീമത്ത് മുതൽ വീതം വെച്ചതിൽ താങ്കൾ അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്.
അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പോൾ തന്നെ അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മറുപടി പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ജനത പുറപ്പെട്ടു വരും. അവർ ഖുർആൻ ഓതുന്നവരായിരിക്കുമെങ്കിലും അവരുടെ തൊണ്ടയിൽ നിന്ന് അത് കീഴ്പോട്ട് പോയിട്ടുണ്ടാവുകയില്ല. അവർ ഇസ്ലാമിനെ കടന്നു ചാടുന്നവരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സമയത്ത് തന്നെ ഇയാളെ നോക്കിക്കൊണ്ട് പ്രവചനം ചെയ്യുകയുണ്ടായി. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഇതേപോലൊരു ദുർഭകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇതേപോലെ വലിയ ജനക്കൂട്ടത്തിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഗനീമത്ത് മുതൽ വിതരണം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുപ്പായത്തിന് തുണി കിട്ടിയതുപോലെ താങ്കൾക്കും കിട്ടി. എന്നാൽ ഞങ്ങളുടെ കുപ്പായത്തിന് തുണി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, താങ്കളുടെ കുപ്പായത്തിന് നീളം കൂടാൻ കാരണം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ കുപ്പായത്തിന്റെ തുണി നീളം കൂടിയതോ അല്ലെങ്കിൽ ഗനീമത്ത് മുതൽ വിതരണം ചെയ്തതിലുള്ള പാളിച്ചുകളോ ആയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പങ്ങൾ അവിടെ സൃഷ്ടിച്ച് ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതേപോലെ ആളുകൾ ധൈര്യസമേതം ഖിലാഫത്തിനോടും ഖലീഫമാരോടും എഴുന്നേറ്റ് നിന്ന് എതിർ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തോ ഉമർ ബിൻ ഖത്താബിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ ഒന്നും തന്നെ ഇവരുടെ ഈ ഫസാദുകൾക്ക് വളരാനോ പ്രചരിപ്പിക്കാനോ ഉള്ള യാതൊരു സാഹചര്യങ്ങളും അവസരങ്ങളും അവർ ഖലീഫമാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും നൽകിയിരുന്നില്ല. അതിന് വളക്കൂറുള്ള സാഹചര്യമായിരുന്നില്ല അന്ന് എന്നുള്ളത് കൊണ്ട് ഇത് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഇത് നീങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം എത്തിയപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് മുമ്പ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ പല പ്രദേശങ്ങളും പല രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് വരികയും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം ആശ്രയിക്കുകയും ചെയ്തു. അങ്ങനെ പുത്തൻ വിശ്വാസികളുടെ ആവേശങ്ങൾ കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പിന്നീട് ഏതൊരു നീചമായ അവസ്ഥയിൽ നിന്നാണോ അവർ വന്നത്, അറബ് പോലും അറിയാത്തൊരവസ്ഥയിൽ നിന്ന് വന്ന അത്തരം ആളുകൾ അവർക്ക് ആ സമയത്ത് നിരന്തരം യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അന്ന് ഇവർക്ക് വേണ്ട ശിക്ഷണങ്ങൾ കൊടുക്കാൻ ഖിലാഫത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് കൂട്ടം കൂട്ടമായി ഇസ്ലാം ആശ്ലേഷിച്ചത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ശിക്ഷണം കൊടുക്കാൻ കഴിയാതെ വന്നത് കൊണ്ട് തന്നെ ഈ പുത്തൻ വിശ്വാസികൾ ആദ്യം വലിയ ആവേശത്തോടു കൂടിയാണ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിരുന്നതെങ്കിലും പിന്നീട് അവരെ ആവേശം തണുക്കുകയും അവർ ഏതൊരു നീചാവസ്ഥയിൽ നിന്നാണോ വന്നത് ആ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയും അതേപോലെ തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ രാജ്യത്ത് പലതരത്തിലുള്ള കുഴപ്പങ്ങളും അക്രമങ്ങളും അവര് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിയമലംഘനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്കെതിരെ ഗവർണർമാർ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടികൾ സ്വീകരിക്കപ്പെട്ട ആളുകൾ അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരമായി കൊണ്ട് അവർ ഗവർണർമാർക്കെതിരെ വിദ്വേഷവും പകയും വെച്ചു പുലർത്തുകയും അവർക്കെതിരായി ഭരണത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വാസ്തവമായ കാര്യം എന്നുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തലപൊക്കുന്നത് എന്ന് നാം ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവരുണ്ടായിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. നാലാമത്തെ ഒരു കാരണമായി നാം കാണുന്നത് ഇസ്ലാമിനുണ്ടായ അതിഭയങ്കരമായ ഒരു പുരോഗതിയായിരുന്നു. റോമും പേർഷ്യയും എല്ലാം ഇസ്ലാമിന്റെ പുരോഗതിയെ വളരെ അവജ്ഞയോടെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ഒരു പ്രഹരം കൊണ്ട് മാത്രം റോമും പേർഷ്യയും എല്ലാം തറപറ്റുകയും അവർ കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇസ്ലാമിനുണ്ടായിട്ടുള്ള ഈ വിജയങ്ങൾ താൽക്കാലികമാണ് എന്നും കാറ്റ് മറിച്ച് വീഴുക തന്നെ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ കാറ്റ് മറിച്ചു വീഴുകയോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഭരണങ്ങൾ തിരിച്ചു സാധിക്കാതെ വരികയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരും തന്നെ പിന്നീട് ഇസ്ലാമിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ വേഷധാരികളായി കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവരുടെ എല്ലാ തന്ത്രങ്ങളും അവർ ഒരുപാട് തന്ത്രങ്ങൾ ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയെങ്കിലും ഇതൊന്നും ഫലം ചെയ്യാതെ പോയപ്പോൾ ഇവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള പല തന്ത്രങ്ങളും അവർ മെനഞ്ഞുകൊണ്ടിരുന്നു. അതും ഈ പിന്നീടുണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾക്ക് ഇതും ഒരു കാരണമായിരുന്നു. അതായത് ചിലർക്കെതിരെ നടപടികൾ സ്വീകരിച്ച ആ നടപടികൾ സ്വീകരിക്കപ്പെട്ട ആളുകളും ഇതുപോലുള്ള രാജ്യം നഷ്ടപ്പെട്ട ഭരണകർത്താക്കളും അവരുടെ ആളുകളും ഒക്കെ ഇസ്ലാമിനെതിരെ തിരിഞ്ഞിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ സമയങ്ങളിലൊന്നും തന്നെ
ഇസ്ലാമിനെതിരെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും ഇസ്ലാം ഒരു ഖിലാഫത്തിന്റെ കീഴിലായതുകൊണ്ട്, ഒരാട്ടിടയന്റെ കീഴിൽ ആട്ടും കൂട്ടം ഉള്ളതുപോലെ, ആടിനെ ചെന്നായ പിടിക്കാൻ സാധിക്കാതെ വരുന്നത് പോലെ ഇസ്ലാമിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഒരിക്കലും ഇത്തരം ശത്രുക്കൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഇസ്ലാം ഒരു ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ അക്രമികൾ ഇസ്ലാമിന്റെ ഖിലാഫത്തിനെ നശിപ്പിക്കുവാനും ഇസ്ലാമിന്റെ ഐക്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഭിന്നിക്കുവാനുമുള്ള ഗൂഢാലോചനകളും തന്ത്രങ്ങളും ഇവർ മെനഞ്ഞുകൊണ്ടിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടക്കം കുറിച്ചതെങ്കിൽ ഇവരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സാധ്യമാവുകയില്ല എന്നും ഇതിനെ വിജയിപ്പിക്കുമെന്നും അള്ളാഹുവിന്റെ വാഗ്ദാനം വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ് എന്ന് ഉണ്ടോ ഈ പഹയന്മാർക്ക് മനസ്സിലാകുന്നു? വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ഉ ഇലൽ ഇസ്ലാം. നാം തന്നെയാണ് യഥാർത്ഥ മതത്തോടും സത്യദീനോടും കൂടി ആ പ്രവാചകനെ തന്റെ ദൂതനെ അയച്ചിട്ടുള്ളത്. അതിന് മറ്റെല്ലാ മതങ്ങളുടെ മേൽ അതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സത്യനിഷേധികൾ എത്ര വെറുത്താലും ശരി, അതിനെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് പിൽക്കാല സംഭവങ്ങൾ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഞാൻ പ്രധാനമായി പറഞ്ഞത്, ആ കാലഘട്ടങ്ങളിൽ പുതുതായി ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ അവർക്ക് തർബീയത്ത് കൊടുക്കാനും അവർക്ക് ശിക്ഷണം നൽകുവാനുള്ള സാഹചര്യം ഇല്ലാതെ പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിരന്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നത് കൊണ്ട് തന്നെ ഈ പുതുതായി വന്ന വിശ്വാസികൾക്ക് വേണ്ടതുപോലെ തർബീയത്ത് കൊടുക്കാനുള്ള സാഹചര്യം അന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബലഹീനതയാണ് എന്ന് പറയുന്നത് എത്രമാത്രം മൗഢ്യമായ കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ധാരാളം ആളുകൾ, ധാരാളം പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഇവർക്ക് തർബിയത്ത്, ഇവർക്ക് ശിക്ഷണം നൽകാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു വെച്ചില്ല എന്നതിന് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റുകാരനാക്കി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നതല്ലേ? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുഴപ്പമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടത് കൊണ്ട് ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹുദൈബിയ സന്ധി അവര് ശത്രുക്കൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആ സന്ധിയിൽ ഏർപ്പെടാൻ കാരണം? കാലങ്ങൾ ഇതുപോലെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ളതല്ല, മറിച്ച് യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ പ്രബോധനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. അതിനുശേഷം ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് യുദ്ധം നിർത്തിയെങ്കിലല്ലേ ഇവർക്ക് ശിക്ഷണം നൽകാൻ സാധിക്കുകയുള്ളൂ. കുഴപ്പങ്ങൾ ഉടലെടുക്കാൻ സാധിക്കുന്ന ഒരു പരിവസ്ഥിതിയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി അവരോധിക്കപ്പെടുന്നത്. അതല്ലാതെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുഴപ്പം കൊണ്ടോ ബലഹീനത കൊണ്ടോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത കുറവ് കൊണ്ടോ സംഭവിച്ച പ്രശ്നങ്ങളായിരുന്നില്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ 6 വർഷവും വളരെ ജനങ്ങൾ സമാധാനമായിരുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാം ആ ഖിലാഫത്തിന് കീഴിൽ സമാധാനത്തിൽ കഴിഞ്ഞവരുമായിരുന്നു. 7ാമത്തെ വർഷമാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് വേണ്ടി ഇവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ എന്തെല്ലാമായിരുന്നു? ഖലീഫയ്ക്ക് കീഴിൽ സഹാബികൾക്ക് കിട്ടുന്ന സ്ഥാനങ്ങളും അവർക്ക് കിട്ടുന്ന വേതനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അല്ല, ഇതേപോലെ ഗവർണർമാർക്ക് കിട്ടുന്ന സ്ഥാനങ്ങളും അവർക്ക് കിട്ടുന്ന വേതനങ്ങൾ പോലെയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഈ പ്രചരണങ്ങൾ, ഇതിന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ അസത്യ പ്രചാരണങ്ങൾ ഈ ഒറ്റപ്പെട്ട അകന്നു കഴിഞ്ഞ ചില മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചവരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണത്തിൽ ഖിലാഫത്തിനോ ഗവർണർമാരോടോ അതൃപ്തി ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അത്തരം ആളുകളിൽ ഇത്തരം പ്രചരണങ്ങൾ ഊതി വീർപ്പിക്കാനാണ് പിന്നെ ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ സഹാബികളിൽ നിന്നോ ഇവർക്ക് നേരിട്ട് ശിക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, ശിക്ഷണം ലഭിച്ചവരായിരുന്നില്ല ഇവർ. ആ ഒരു കാരണമാണ് പ്രധാനമായും ഇവർ ഇസ്ലാമിൽ വന്നതിന് ശേഷം അവർ ആ പഴയ അവസ്ഥയിലേക്ക്, നീചമായ അവസ്ഥയിലേക്ക് വീണു പോകാൻ കാരണമുണ്ടായത്.
ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്ക്, പോക്കിരിത്തരങ്ങളും ചട്ടമ്പിത്തരങ്ങളും അതുപോലുള്ള സമൂഹത്തിൽ ചിത്രതയും ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് ഓരോ പ്രദേശത്തിന്റെ ഗവർണർമാർ തീർച്ചയായും അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു. എന്നാൽ ശിക്ഷ ലഭിക്കുന്നതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ തെറ്റുകൾ തിരുത്തുന്നതിന് പകരം ആ ഗവർണർമാർക്കും അതുപോലെ തന്നെ പിന്നീട് ആ സഹാബികൾക്കും എതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അവർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുവാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. മദീനയിൽ ഇതുപോലൊരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു മുസ്ലിം നാമധാരി, പേരിന് മാത്രം മുസ്ലിമായ ഒരാൾ ഇദ്ദ പീരീഡ് കഴിയാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച കാര്യം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംഭവം അറിഞ്ഞപ്പോൾ ആ വിവാഹം റദ്ദ് ചെയ്യുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ അവിടെയും ശത്രുക്കൾ ഉണ്ടായി. ഇങ്ങനെയാണ് ഒറ്റപ്പെട്ട ചില ശത്രുക്കൾ ഇസ്ലാമിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. മാത്രമല്ല കൂഫയുടെ അവസ്ഥയാണെങ്കിൽ പിടിച്ചുപറിക്കാരുടെയും കൊള്ളക്കാരുടെയും ഒരു കേന്ദ്രമായിരുന്നു. അന്ന് അലി ബിൻ ഐമാന്റെ വീട് ഇവർ കൊള്ളയടിക്കുകയും അദ്ദേഹത്തെ ഇവർ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊലപ്പെടുത്തിയ ആളുകളെ ആ പ്രദേശവാസികളായ ആളുകൾ അവരെ കയ്യോടെ പിടികൂടുകയും അത് ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും ഖലീഫ ഈ ആളുകൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അങ്ങനെ ഗവർണർ അവരെ പരസ്യമായി ജനമധ്യത്തിൽ വെച്ച് അവരെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബന്ധുക്കളെല്ലാം പിന്നീട് ഈ ഗവർണർക്കും ഖിലാഫത്തിനും എതിരായി തീരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിന്റെ പ്രധാനമായ അന്നത്തെ ആ സ്ഥലത്തെ പ്രമാണിമാരുടെ മക്കളുമായിരുന്നു ഇതിനകത്ത് പ്രധാനമായി ഉൾപ്പെട്ടിരുന്നത്. ആ കാരണം ഈ സ്ഥലത്ത് ഇത്തരം കുഴപ്പങ്ങൾ നടമാടുന്നു എന്ന് മനസ്സിലാക്കി ചില ആളുകൾ അവിടുന്ന് താമസം തന്നെ മാറ്റി മദീനയിലേക്ക് പോവുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുഴപ്പങ്ങളെല്ലാം ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവർക്കെല്ലാം നായകത്വം ലഭിക്കുന്നതിന് ഒരാളെ ഇവർക്ക് ലഭിക്കുന്നത്. ആ സമയത്താണ് അബ്ദുല്ലാഹ് ഇബ്ൻ സബ എന്ന പേരായ ഒരു യഹൂദൻ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിൽ ചിത്രതയും ഭംഗവും ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടുവന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പുറകിൽ യഹൂദന്മാരുടെ കരങ്ങളായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല അദ്ദേഹം യമൻ നിവാസിയായിരുന്നു. അദ്ദേഹത്തിന് ലഹളകളും കുഴപ്പങ്ങളും ഗൂഢാലോചനകളും എല്ലാം ഉണ്ടാക്കുന്നത് ഒരു ഹരമായിരുന്ന, അതിന് എന്ത് തന്ത്രവും മെനയാൻ കഴിവുണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദൻ. മാത്രമല്ല ആളുകളെ തിരിച്ചറിയുവാനും ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഉപദേശങ്ങൾ നൽകുവാനും അവരിൽ വിദ്വേഷം കുത്തിവെക്കാനും ഇദ്ദേഹം പ്രഗത്ഭനായിരുന്നു. ഇദ്ദേഹം പുണ്യവാളനാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ആളുകളിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു. ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ വിദ്വേഷത്തിൽ നിൽക്കുന്ന, ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരിലെല്ലാം തന്നെ ഖിലാഫത്തിനും ഭരണാധികാരികൾക്കും സഹാബികൾക്കുമെതിരെ ഇത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാൻ കുത്തിവെക്കാനും ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഈ യഹൂദൻ വളരെ തന്ത്രപൂർവം അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ബസ്ര, കൂഫ, ദിമിഷ്ക് എന്നീ സ്ഥലങ്ങളെല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെയെല്ലാം ഇതുപോലെ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് അവരിലെല്ലാം ഈ വിദ്വേഷം കുത്തിവെക്കുകയും അവരെയെല്ലാം ഐക്യപ്പെടുത്തി തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന അവസ്ഥയിലാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ കുറിച്ചുള്ള ബസ്ര ഗവർണറിന് ചില വിവരങ്ങൾ ലഭിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഗവർണർ വിളിപ്പിക്കുകയും ബസ്രയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കാരണം ഫിത്നയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബസ്ര ഗവർണർ അവിടെ വിട്ടു പോകാൻ ഇദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പിന്നെ ചെന്ന് ചാടുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിൽ സിറിയയിലേക്കാണ്. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു കാലെ കൂട്ടി ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ സിറിയയിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ ഈ ഇബ്നു സബായിക്ക് ഒരിക്കലും സാധിച്ചതുമില്ല. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് പോകുന്നത് ഈജിപ്തിലേക്കാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഗവർണർമാരിൽ നിന്ന് അലി ഇബ്നു ഹൈമായുടെ കൊലപാതകങ്ങൾക്ക് ശിക്ഷ ലഭിച്ചപ്പോൾ
അവരുടെ കുടുംബങ്ങളും അതുപോലെ ഗവർണർമാരിൽ നിന്ന് ഒറ്റതിരിഞ്ഞ് ശിക്ഷ ലഭിച്ചിട്ടുള്ള ആളുകളെ എല്ലാം ഇദ്ദേഹം കൂട്ടുപിടിക്കുകയും ഒരു അവസരം പ്രക്ഷോഭത്തിന് വേണ്ടി കാത്തിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സബാ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടതുപോലുള്ള ക്ലാസുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് വലീദ് തന്റെ സ്നേഹിതൻ, ഒരു ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച തന്റെ സ്നേഹിതനുമായി ഇരുന്ന് മദ്യപിക്കുന്നത് ഇവർ കണ്ടു എന്ന് പറഞ്ഞ് ജനങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുകയും അതൊരു വലിയ കലാപമായി തീരുകയും ഗവർണറുടെ വീട് ജനങ്ങൾ വളയുകയും ചെയ്തു. ഈ ജനങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പെട്ടെന്നുള്ള ഒരു വീടക്രമം ആയതുകൊണ്ട് ഗവർണറുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം അദ്ദേഹം കട്ടിലിന്റെ അടിയിലേക്ക് ഒളിപ്പിക്കുന്നതായിട്ട് ഈ ജനങ്ങൾ കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചു ഇത് മദ്യക്കുപ്പി തന്നെയാണ്, ഇദ്ദേഹം മദ്യപിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ് എന്ന് കരുതി ഇവർ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് കട്ടിലിന്റെ അടിയിൽ നിന്ന് അതെടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ നേരത്ത് കഴിക്കാനുണ്ടായിരുന്ന വെറും ലളിതമായ ഭക്ഷണം മാത്രമായിരുന്നു. ഒരു ഗവർണർ ഇതാണോ കഴിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കട്ടിലിനടിയിലേക്ക് ഒളിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് ജനങ്ങൾ എളിഭ്യരായി ലജ്ജാകരമായ അവസ്ഥയിൽ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവർ തിരിച്ചുപോയി എന്ന് കരുതി അവരൊരിക്കലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അവർ ഇതിനേക്കാൾ വലിയൊരു ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടി, ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളും സമയങ്ങളും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഗവർണറുമായി സന്ധിയിൽ ഏർപ്പെടുകയും ഗവർണറുമായി ഒരു സ്നേഹബന്ധം പുലർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ഇവർ ഗവർണറുടെ വീട് സന്ദർശകരായി മാറി. അങ്ങനെ ഒരിക്കൽ ഗവർണർ നല്ല നിദ്രയിലായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിരലിൽ നിന്ന് മോതിരം ഊരിയെടുത്തുകൊണ്ട് ഖലീഫയെ അറിയിച്ചു. കണ്ടോ, ഞങ്ങൾ മുമ്പ് പ്രക്ഷോഭം ഉണ്ടാക്കിയതെല്ലാം ശരി തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹം മദ്യപിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തെളിവിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മോതിരം ഊരിക്കൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഹാജരായിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കുകയുണ്ടായി. ഖലീഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടപടി സ്വീകരിക്കാൻ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബാധ്യസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഖലീഫ തിരുമനസ് അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തെ ചാട്ടവാർ അടികൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കൂഫ പട്ടണം ഒരു വമ്പിച്ച വക്കത്തെത്തിയിരിക്കെ ബസ്ര കലങ്ങി മറിയുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇബ്നു സബായുടെ അവതാരം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാർ വാടകയ്ക്കെടുത്ത തെമ്മാടി കൂട്ടങ്ങളെ കൊണ്ട് ഗവർണർമാർക്കെതിരെയും ഖലീഫയ്ക്കെതിരെയും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വളരെ മോശമായ കഥകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.